നമ്മള് ഹാൻഡ് വർക്കില് ബേസിക്കലി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കത് വാഷബിൾ അല്ല, ഡ്രൈ ക്ലീൻ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ നമ്മൾ വാഷ് ചെയ്ത അതിന്റെ കളേഴ്സും ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡൾ ആവാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാം. പക്ഷെ നല്ല നല്ല സെക്യൂർഡ് ആയിട്ടാണ് നമ്മൾ ഓരോരോ ബീഡ്സും അതിലേക്ക് ലോക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ഇത് ഒട്ടിച്ചു വെക്കോ എന്നൊക്കെയാണ്. അല്ല അല്ല അല്ല, നമ്മളൊരു ത്രെഡ് വെച്ച് ത്രെഡ് ആൻഡ് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. നമസ്കാരം, ഞാൻ വെണ്ണല മോഹൻ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സുസ്വാഗതം. ഫാഷൻ എന്നത് കേവലം ഒരു വസ്ത്രധാരണം മാത്രമല്ല, പകരം വ്യക്തിത്വത്തിന്റെ ഒരു അടയാളം കൂടിയാണ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ഫാഷൻ ഹബ്ബിലാണ്, സൂത്രാന ബോട്ടിക്. കഴിഞ്ഞ 4 വർഷങ്ങളായി തുന്നലിൽ തൻ്റെതായ ശൈലി കൊണ്ടും പുതുമയാർന്ന പരീക്ഷണങ്ങൾ കൊണ്ടും ശ്രദ്ധേയയായി മാറിയ ഡിസൈനർ ആതിരയുടെ സ്വപ്നമാണിത്. കേവലം 3 വർഷങ്ങൾ കൊണ്ട് വിദേശ രാജ്യത്തേക്ക് പോലും ഓർഡറുകൾ എത്തിക്കുന്ന രീതിയിൽ സൂത്രാന ഇന്ന് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഓരോ നൂലിലും ഓരോ തുന്നലിലും ആതിര നൽകുന്ന ആ ഒരു കെയറാണ് ഈ ബോട്ടിക്കിനെ വളരെ വ്യത്യസ്തമാക്കുന്നതും ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നതും. നമുക്കിന്ന് ആതിരയെ പരിചയപ്പെടാം. അതോടൊപ്പം സൂത്രാനയിലെ ഏറ്റവും പുതിയ ഡിസൈൻ വർക്കുകൾ കൂടി കണ്ടു നോക്കാം. നമസ്കാരം ആതിര. ഹായ്. ഏതൊക്കെ തരം വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്? നമ്മളിവിടെ നോർമലി ബ്രൈഡൽ വിയേഴ്സും അതുപോലെ കാഷ്വൽ പാർട്ടി വെയർ എല്ലാത്തരം ഡ്രസ്സസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. കൂടുതൽ നമുക്ക് കസ്റ്റമൈസേഷനും അതുപോലെ ആരി വർക്ക്, ഹാൻഡ് വർക്ക്, ഡൈയിങ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഫാഷൻ ഡിസൈനിങ് എവിടെ നിന്നാണ് പഠിച്ചത്? ഞാൻ മണിപ്പാലാണ് എന്റെ BSc മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. ആതിരയുടെ ഡിസൈനിങ്ങിനൊക്കെ ഒരു പ്രത്യേക ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ് കണ്ടത്. ഈ കസ്റ്റമർക്ക് വേണ്ടി ഓരോന്നും ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത്? നമ്മൾ നോർമലി ഓരോരോ കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ബോഡി മെഷർമെന്റ്സ് അനുസരിച്ച് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുക. ഈവൻ നമ്മൾ ഹാൻഡ് വർക്കിലേക്ക് വരുമ്പോഴാണെങ്കിലും ആ കസ്റ്റമറിന്റെ മെഷർമെന്റിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഡിസൈൻ ഡെവലപ്പ് ചെയ്ത് പിന്നീടാണ് ഹാൻഡ് വർക്കിലേക്ക് നമ്മളത്. അതേപോലെ അവരുടെ മാനസികമായ താല്പര്യങ്ങളും നമ്മൾ കണക്കിലെടുക്കും. എങ്ങനെയൊക്കെ വേണം അവരുടെ ഒരു താല്പര്യവും ഭാവനയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ കൂട്ടിയിണക്കാറാണ് പതിവ്, അല്ലെ? ഓസ്ട്രേലിയ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇപ്പൊ ആതിരയെ തേടി ഓർഡറുകൾ എത്തുന്നു. ഇങ്ങനൊരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ ആതിര എന്താണ് ചെയ്തത്? എന്തായിരുന്നു അതിന് വേണ്ടി വന്നത്? ഞാൻ ആക്ച്വലി നോർമലി നമ്മൾ ഇവിടെയുള്ള കസ്റ്റമറിനെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത്. അവർക്ക് നമ്മൾ ചെയ്തു കൊടുത്ത വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് അതുപോലുള്ള അവരുടെ റിലേറ്റീവ് ത്രൂ അങ്ങനെയാണ് നമുക്ക് ഈ ഓർഡേഴ്സ് വരുന്നത്. ഈ കല്യാണ വസ്ത്രങ്ങളാണ് പ്രധാനപ്പെട്ട വരിക. കല്യാണ വസ്ത്രങ്ങൾക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ആതിര നൽകുന്ന ഒരു പ്രത്യേക ടച്ചിങ് എന്താണ്? ആതിര ടച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? നോർമലി നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ഐഡിയ ഉണ്ടാവും. സോ അപ്പൊ അവര് നമുക്ക് ലൈക് ചില കൺഫ്യൂഷൻസ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവും. അപ്പൊ അവർക്ക് എങ്ങനെയാണ് അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് വേണ്ടത് എന്ന് നമുക്ക് സംസാരത്തിൽ തന്നെ മനസ്സിലാവും. സോ അപ്പൊ നമ്മളൊരു അതിലേക്കൊരു ഇൻവോൾവ്മെന്റ് കൊടുക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ കൺഫ്യൂഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? ചില കസ്റ്റമർക്ക് അവർക്ക് ഇന്ന ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിരിക്കോ, ഇത് എന്റെ തടിക്ക് ചേരുവോ, ഇത് ഞാൻ ഇട്ട കൺജസ്റ്റഡ് ആവോ, അങ്ങനെയുള്ള കുറെ അധികം ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. ലൈക് കസ്റ്റമർക്ക് നമ്മളടുത്ത് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൃത്യമായിട്ട് എടുക്കാൻ പറ്റും. ആതിര, ഈ ബോട്ടിക് വെയറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സിനും ഉണ്ടാകാറുള്ള ഒരു വലിയ ആശങ്കയുണ്ട്. അതിലുപയോഗിക്കുന്ന കല്ലുകള്, ബീഡ്സ്, മറ്റ് അലങ്കാരപ്പണികള് ഇതൊക്കെ ഒരു തവണ കഴുകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുനാൾ ഉപയോഗിക്കുമ്പോഴോ ഇളകി പോകുമോ എന്ന പേടി പലർക്കും ഉണ്ട്. എന്തിന്, എനിക്ക് തന്നെയുണ്ട്. സൂത്രാനയിലെ എംബ്രോയിഡറി വർക്കുകൾ ശ്രദ്ധിച്ചാൽ അത് വളരെ കൃത്യതയോടെയും ബലത്തോടെയും ചെയ്തതായി കാണാം. എങ്ങനെയാണ് ആതിര ഈ വർക്കുകളുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്? ഇതിലുപയോഗിക്കുന്ന മെറ്റീരിയലുകളെ കുറിച്ച്, അത് പിടിപ്പിക്കുന്ന രീതിയെ കുറിച്ച് ഒക്കെ ഒന്ന് വിശദമാക്കാമോ? ഇത് പലരുടെയും സംശയങ്ങൾ മാറ്റാൻ പറ്റുമല്ലോ.
നമ്മൾ ഹാൻഡ് വർക്കില് ബേസിക്കലി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്കത് വാഷബിൾ അല്ല, ഡ്രൈ ക്ലീൻ ആണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിന്റെ നമ്മൾ വാഷ് ചെയ്ത അതിന്റെ കളേഴ്സും ആ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഡൾ ആവാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഡ്രൈ ക്ലീൻ ചെയ്യാം. പക്ഷെ നല്ല നല്ല സെക്വേർഡ് ആയിട്ടാണ് നമ്മൾ ഓരോരോ ബീഡ്സും അതിലേക്ക് ലോക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ഇത് ഒട്ടിച്ചു വെക്കണമെന്നൊക്കെയാണ്. അല്ല അല്ല അല്ല, നമ്മളൊരു ത്രെഡ് വെച്ച് ത്രെഡ് ആൻഡ് നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. എന്നാ നമുക്കിനി ആതിരയുടെ ചില വർക്കുകൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. വരും. നമുക്ക് ഫസ്റ്റത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫിഷ് കട്ട് സ്കേർട്ട് ആൻഡ് ക്രോപ്പ് ടോപ്പ് വരുന്നത്. അതിലേക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു കഫ്താന്റെ ഷ്രഗ് ആണ് വന്നിട്ടുള്ളത്. ഫുൾ ലൈനിങ് ആണ്. നമ്മൾ ക്രോപ്പ് ടോപ്പിലേക്ക് പാഡ് ആഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്ങും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് ഫുൾ ലോങ് ഡ്രസ് ആണ്. അത് ചന്തേരി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. സെന്റർ പോർഷനിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാക്കറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വുഡൻ ബട്ടണും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ലീവ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോട്ടൺ ലൈനിങ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത പ്രൊഡക്ഷൻ വരുന്നത് കഫ്താനാണ്. നമ്മൾ ഇതിലേക്ക് ഒരു സ്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൺ ലിനൻ മെറ്റീരിയൽ ആണ്. നമുക്ക് ഇങ്ങനെ ലൂസ് ഫിറ്റ് ആയിട്ട് വിയർ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ്. സെയിം മെറ്റീരിയലിൽ തന്നെ നമ്മൾ നോർമൽ ആയിട്ടൊരു സ്ലിറ്റർ ടോപ്പും ചെയ്തിട്ടുണ്ട്. യോക്ക് സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് നമ്മൾ ക്രേപ്പ് ലൈനിങ് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സിമ്പിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട്ഫിറ്റ്. അതുപോലെ അടുത്ത പ്രൊഡക്ഷൻ ഇതാണ് നമ്മളൊരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത്. ഇതും ചന്തേരിയിൽ തന്നെയാണ് വരുന്നത്. ഇതിന്റെ ബാക്ക് പോർഷനിലാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബാക്കിൽ ഫുൾ ആയിട്ട് നമ്മൾ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക് സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലേക്കും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലും നമുക്ക് സ്ലീവ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു പീസാണ്. ലെഹങ്കന്റെ ഒരു സ്കേർട്ടാണ്. ഫുള്ളി പാനലായിട്ട് വരുന്ന ഒരു സ്കേർട്ട്. ഇത് ഡയബിൾ കൂടിയാണ്. ഇതിലേക്ക് നമ്മൾ ക്രേപ്പ് ലൈനിങ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻ യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. അടുത്ത പീസ് എ ലൈൻ ഡ്രസ് ആണ് വരുന്നത്. യോക്ക് പോർഷനിലേക്ക് പിൻടക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് പഫ് സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻ പോർഷനിലേക്ക് നമ്മൾ എലാസ്റ്റിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ യൂണിറ്റ് നമുക്ക് പ്രൊഡക്ഷൻ കഴിഞ്ഞ് വന്ന പീസാണ്. നമുക്ക് ഫിനിഷിംഗ് ഒക്കെ ചെയ്യാനുള്ളത്. ഇതിന്റെ എൻഡ് പോർഷനിലേക്കും നമുക്ക് സ്കാലപ്പ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അടുത്തത് ചന്തേരിയിൽ വരുന്നൊരു എ ലൈൻ ഡ്രസ് ആണ്. ഇതിന്റെ സൈഡിൽ നമ്മൾ സ്ലിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ പാച്ച് മെറ്റീരിയൽ ആണ്. ഇത് ഇപ്പൊ ഈ ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോണ ഒരു മെറ്റീരിയൽ ആണ്. ബാക്ക് പോർഷനിലേക്ക് നമ്മൾ പ്ലെയിൻ ചന്തേരി ഡൈ ചെയ്ത് അതിലേക്ക് നമ്മൾ പാച്ച് ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്ലീവ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ഡ്രേപ്ഡ് സ്കേർട്ട് ആണ്. ക്രോപ്പ് ടോപ്പിന്റെ ബാക്ക് പോർഷനിലേക്ക് നമ്മളിങ്ങനെ ഒരു ക്രിസ് ക്രോസ് പാറ്റേൺ ആഡ് ചെയ്തിട്ടുണ്ട്. സ്കേർട്ട് ഇതുപോലെ ഡ്രേപ്ഡ് സ്കേർട്ട് ആണ് വരുന്നത്. ഇതിന്റെ എങ്ങനെയാണ് പാറ്റേൺ ഞാൻ അതൊന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നതും എ ലൈൻ തന്നെയാണ്. ഇതിൽ നമ്മളൊരു യോക്ക് പോർഷനിലേക്ക് ഒരു ബോക്സ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. കോറ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. സ്ലീവിലും ഇതുപോലെ പഫ് ആഡ് ചെയ്തിട്ടുണ്ട്. വിതൗട്ട് ലൈനിങ് ആണ് സ്ലീവ് വരുന്നത്. ബോഡിയിൽ എൻറ്റയർ ബോഡിയിൽ നമ്മൾ കോട്ടൺ ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിലേക്ക് നമുക്ക് സ്ലിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ടി വിയർ കളക്ഷനിൽ വരുന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ. ലോങ് സ്ലിറ്റഡ് ടോപ്പ് ആണ് വരുന്നത്. ഇതിൽ ഫുള്ളി നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ആണ്. ഇതിന്റെ ഹൈ സ്ലിറ്റ് ആണ് വരുന്നത്. നമ്മൾ നോർമൽ സ്ലിറ്റിനെക്കാളും കുറച്ചുകൂടി ഹൈ സ്ലിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ നെക്ക് പോർഷൻ ആണ് ഇതിന്റെ വെറൈറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു വി നെക്കിലേക്ക് ഒരു കട്ട് പോർഷൻ കട്ടിങ് കൊടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ്സ് ആയാലും നമ്മൾ ലൂസ് ബെൽ സ്ലീവ് കൊടുത്തിട്ട് ഈ എൻഡിങ്ങിലേക്ക് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നോർമലി കാണുന്നതിലും നല്ല ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽ ചെയ്താൽ മതിയാവും. ആൻഡ് ഇതിന്റെ ദുപ്പട്ടയാണ് വരുന്നത്. ഫുൾ സ്കാലപ്പ് വരുന്നുണ്ട്. ഫുൾ സ്പ്രെഡിങ്ങും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ പാന്റ് ഇതിൽ നമ്മൾ പാന്റോ അല്ലെങ്കിൽ നമുക്ക് സ്കേർട്ടോ ആയിട്ട് ആഡ് ചെയ്യും. ഇപ്പൊ ഞാനിവിടെ പാന്റാണ് ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്.
ഫുള്ളായിട്ട് ലൂസ് പാന്റ് ആണ് വരുന്നത്, ഒരു സെമി പെലാസോ പോലെ. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ സെക്ഷൻ വരുന്നത്. നമുക്ക് ഡയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ നമ്മളെ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് കുറെ അധികം കലീസിന്റെ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഡയബിൾ ആണ്, ഏത് കളറിലേക്കും നമുക്ക് ഡൈ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. കലിയിലും നമുക്ക് പല പാറ്റേൺസും പല ഡിസൈൻസും അവൈലബിൾ ആണ്. പല റേറ്റിലേക്കും നമുക്കത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റും. ഇത് നമ്മളെ ഒരു ചന്തേരി ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ആണ്. നമ്മളവിടെ ഇപ്പൊ കണ്ട റെഡിമെയ്ഡ് പീസിന്റെ മെറ്റീരിയൽസ് ഒക്കെയാണ് വരുന്നത്. ഇതൊക്കെ ചന്തേരിയിൽ വരുന്ന നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ്.